ഇതിലൂടെ ഒരാൾ കുറെ അനാഥ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഒരു കിണറ്റിൽ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അവിടെ പൊളിച്ചു പണിയാൻ വന്നവർ ആ കിണർ മണ്ണിട്ട് മൂടാൻ തുടങ്ങുന്നു. അതിനുശേഷം അതിന് മുകളിൽ ഒരു സബ്വേ സ്റ്റേഷൻ പണിയുന്നു. ആ സ്റ്റേഷൻ തുടങ്ങിയ അന്ന് മുതൽ അതിനകത്ത് ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ചിലർക്ക് അവിടെ കുട്ടികൾ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവിടെയുള്ള CCTV-യിൽ ദിവസവും അമാനുഷികമായ പല കാര്യങ്ങളും സംഭവിക്കുന്നത് കാണുന്നു. ഒരു ദിവസം സ്റ്റേഷൻ വൃത്തിയാക്കാൻ വന്ന ഒരാൾ പടിക്കെട്ടിനിടയിൽ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നത് കാണുന്നു. അവനോട് എന്തിനാണ് ഇവിടെ ഒളിക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ആ കുട്ടി മറുപടിയൊന്നും പറയുന്നില്ല. പേര് ചോദിക്കുമ്പോൾ ഒരു നമ്പർ എടുത്ത് കാണിക്കുന്നു. ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ കുട്ടി അവിടെ കാണുന്നില്ല. മാത്രമല്ല ഇതുപോലെ നമ്പർ കിട്ടിയവർ അടുത്ത ദിവസം തന്നെ മരിച്ചു പോകുന്നു. ഒരു ദിവസം ട്രാക്കിലൂടെ ആരോ നടന്നു പോകുന്നത് CCTV ക്യാമറയിലൂടെ കാണുന്നു. ഉടനെ അവനോട് ട്രാക്കിൽ നിന്ന് മാറാൻ പറയുന്നു. പക്ഷെ അവൻ ഇയാൾ പറയുന്നത് കേൾക്കാത്ത പോലെ നിൽക്കുന്നു. ഉടനെ അയാളെ രക്ഷിക്കാനായി ഓടി വരുമ്പോൾ ട്രാക്കിന്റെ സൈഡിൽ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നത് കാണുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ട്രെയിൻ ആ ട്രാക്കിലൂടെ വരുന്നു. ഇയാൾ അതിനു മുമ്പേ രക്ഷപ്പെടുന്നു. പക്ഷെ ട്രാക്കിൽ നിന്നവൻ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറെ അനാഥ കുട്ടികളുടെ അവയവങ്ങൾ വലിയ തുകക്ക് കച്ചവടം നടത്തിയിരുന്നു. പോലീസ് അറിയാതിരിക്കാൻ വേണ്ടി ആ കുട്ടികളെ കിണറിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. സ്വന്തം പേര് പോലും അറിയാത്ത അനാഥ കുട്ടികളായിരുന്നു അത്. ആ കുട്ടികൾക്കെല്ലാം ഓരോ നമ്പറുകളാണ് പേരിന് പകരം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അയാൾ പേര് ചോദിച്ചപ്പോൾ ആ നമ്പർ കാണിച്ചു കൊടുത്തത്. ആ നമ്പർ ആര് വായിച്ചാലും ആ കുട്ടികളുടെ ആത്മാവ് വന്ന് 2 ദിവസത്തിനുള്ളിൽ അവരെ കൊല്ലും.